ഈശോയിൽ ഏറ്റവുമധികം പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 41 മുതലുള്ള ദൈവവചനത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. സുവിശേഷത്തിൽ ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു? ഇന്ന് ഞാൻ ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഈശോയെപ്പറ്റി ഞാൻ എന്താ വിചാരിക്കുന്നത്? ഒത്തിരി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ ചോദ്യത്തിനും നമ്മുടേതായിട്ടുള്ള ചില ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ ഉത്തരങ്ങളിലേക്ക് കടക്കുമ്പോൾ ശരിക്കും ആ ഉത്തരത്തിൻ്റെ അർത്ഥം എൻ്റെ ബോധ്യത്തിലുണ്ടോ എന്നുള്ളതാണ് ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം. ഈശോ എനിക്കാരാണ് എന്നതൊരു ചോദ്യം, ഈശോ ആരാണ് എന്നത് മറ്റൊരു ചോദ്യം. ഞാൻ എങ്ങനെയാണ് ഈശോയെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരു ശരാശരി വിശ്വാസി ദൈവമാണ്, ദൈവപുത്രനാണ്, എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് പിറന്നവനാണ്, അനേകം ആളുകളെ സുഖപ്പെടുത്തി സുവിശേഷത്തിലൂടെ ജനത്തെ നന്മയിലേക്ക് നയിച്ചു, നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്തു, അന്ത്യവിധിക്കായി അവൻ വീണ്ടും വരും, എൻ്റെ രക്ഷകനാണ്, എൻ്റെ നാഥനാണ്, എൻ്റെ സർവസ്വവുമാണ് എന്നൊക്കെ നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും യഥാർത്ഥത്തിലുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് വളരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ശരിക്ക് ഈശോയെ അനുഭവിക്കുവാൻ, അറിയുവാൻ ഞാൻ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്? ഈശോയുടെ പ്രബോധനങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ചില അനുഗ്രഹങ്ങളിലൂടെ ഞാൻ ഈശോയെ അനുഭവിക്കുന്നു, അറിയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ വലിയ അറിവിലേക്ക് പ്രവേശിക്കുവാൻ എനിക്കിതുവരെ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ട് എങ്കിൽ ചില ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും. നമ്മൾ സ്ഥൈര്യലേപനം എന്ന കൂദാശയൊക്കെ സ്വീകരിക്കുമ്പോൾ പാപവും പാപമാർഗങ്ങളും ഒക്കെ ഉപേക്ഷിക്കുന്നു. മാമോസായിലും സ്ഥൈര്യലേപനത്തിൻ്റെയൊക്കെ അവസരത്തിൽ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിശാചിനെ അവൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉപേക്ഷിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ കുടിലതന്ത്രങ്ങളും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിക്കുന്നു എന്ന് നമ്മൾ പറയുകയും ആ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് വീണ്ടും നമ്മൾ ആശ്ലേഷിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തിച്ചേർന്നു. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ഒക്കെ പാളിച്ചകളും പോരായ്മകളും, അത് മാനുഷിക ബലഹീനത എന്ന് പറയും നമ്മൾ. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തായിട്ട് സത്യസന്ധമായിട്ട് എത്രമാത്രം ഈശോയെ അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ രാജത്വം നമ്മൾ ഏറ്റുപറയുമ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനും രാജാവുമാണ് അങ്ങെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ജീവിച്ച് കാണിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. എൻ്റെ താല്പര്യം കഴിഞ്ഞിട്ടല്ലേ മറ്റൊരു താല്പര്യത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കാറുള്ളൂ? എൻ്റെ ഇഷ്ടം കഴിഞ്ഞിട്ടല്ലേ ഞാൻ മറ്റൊരാളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുകയുള്ളൂ? മറ്റുള്ളവർ എന്നെ അഡ്ജസ്റ്റ് ചെയ്തു കൊള്ളണം എന്ന ഒരു ധാരണയിലല്ലേ പലപ്പോഴും ജീവിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയുകയുള്ളൂ, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യാനേ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ കേന്ദ്ര കഥാപാത്രമായിട്ട് നിൽക്കുക ഞാൻ തന്നെയല്ലേ? പിന്നെ എങ്ങനെയാണ് ഈശോയാണ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ഞാൻ പറയുക? ഈശോ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ ഈശോയെപ്പോലെ വ്യയം ചെയ്ത് ജീവിക്കുവാൻ എനിക്ക് സാധിക്കണം. മനുഷ്യരാരും പൂർണ്ണരല്ല. നമ്മൾ ആ പരിപൂർണതയിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകർ മാത്രമാണ്. നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബത്തിൽ എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുമ്പോൾ കുടുംബത്തിലുള്ള മറ്റു വ്യക്തികളുടെ താല്പര്യം കൂടി ഞാൻ പരിഗണിക്കണം. എൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ എന്നോടൊപ്പം
യാത്ര ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവരുടെ താല്പര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് മറ്റുള്ളവർ എന്നെ ഈ വിധത്തിൽ അംഗീകരിച്ച് അതനുസരിച്ച് ജീവിക്കണം എന്ന ശാഠ്യം ഉപേക്ഷിക്കണം. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഞാൻ ഇങ്ങനെയേ മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഈശോയിൽ വളരുവാൻ ഞാൻ എന്നെ തന്നെ തടസ്സപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന ചോദ്യം ഞാൻ എപ്പോഴും ചോദിക്കണം. എനിക്ക് ഈശോ ആരാണ്? എന്നിലുള്ള ഈശോയുടെ സ്ഥാനം എന്താണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവായ ഈശോയെ, രാജാവായി അങ്ങ് എൻ്റെ ജീവിതത്തിൽ വാഴണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള, അങ്ങ് കാണിച്ചു തന്ന ജീവിത മാതൃകയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ.